ഹലോ, ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ സച്ചിയും രേവതി ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സച്ചിയെ സ്വന്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സച്ചിയുടെ മനസ്സിലോട്ട് കയറി പറ്റാൻ വേണ്ടിയിട്ട് രേവതി ശ്രമിക്കുന്നുണ്ട്. അടിമുടി നമ്മൾ സച്ചിയെ മാറ്റാൻ വേണ്ടിയിട്ട് രേവതി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ശ്രമങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ, എന്തായാലും ഇനി സച്ചിയുടെയും രേവതിയുടെയും പ്രണയം നിമിഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ തെരഞ്ഞു ചെന്ന സമയത്ത് സച്ചി ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ചെന്ന സമയത്താണ് അവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിക്കുന്നത്. ഒരിക്കലും ഭാര്യയെ പേടിയുള്ളത് കൊണ്ടാണ് ആരും ഫ്രണ്ട്സിനെ ആദ്യം കട്ട് ചെയ്യും, അതുകൊണ്ട് ഭാര്യമാരെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സും കാണത്തില്ല, ഒന്നും കാണത്തില്ല എന്നൊക്കെ സംസാരിക്കുമ്പോൾ സച്ചി പറഞ്ഞത്, ഞാൻ ഭാര്യയെ പേടിക്കത്തൊന്നുമില്ല, ഇനിയിപ്പോൾ അവള് വന്നാലും എനിക്കൊരു പേടിയുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയോടെ കയറി വരുന്നുണ്ട്. അപ്പോൾ രേവതിയെ കണ്ടിട്ടുടനെ തന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അച്ചമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അച്ചമ്മ പറഞ്ഞു വിട്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറഞ്ഞു വിട്ടതോ, എന്തിന്, അത് എന്നെ വിളിച്ചോണ്ടിരാ, ഞാൻ വന്നോളാം എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ അച്ചമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ്, സച്ചി കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ചമ്മയോട് പറഞ്ഞോളാം, പിന്നെ അച്ചമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അപ്പം അച്ചമ്മയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് പേടിയായി. അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് രേവതിയുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്, കളിയാക്കി ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു സന്തോഷവും ചെറിയ ചെറിയ കുസൃതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നായിരുന്നു നമ്മുടെ ശ്രീകാന്ത് ആദ്യമായിട്ട് ഒരു ഹോട്ടലിൽ പോയി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തു. ശ്രീകാന്ത് ഒരു പുതിയൊരു ഡിഷൊക്കെ ഉണ്ടാക്കി. ആ ഒരു ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടനെ വിളിച്ചിട്ട് ഫുഡ് കൊള്ളാമോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ കഴിച്ചിട്ട് ഒരുപാട് സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ ഒരുപാട് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും കഴിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ കഴിക്കുന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പുതിയൊരു ഫുഡ് ഉണ്ടാക്കിയത് ശേഷം എനിക്ക് ആദ്യം തരുന്നത്. അപ്പോൾ ഇത് ശ്രീകാന്ത് കെട്ടാൻ പോകുന്ന ആള് നല്ല ഭാഗ്യവതി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ കേട്ടിട്ട് ശ്രീകാന്ത് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ്. അങ്ങനെ സച്ചിയും രേവതിയും വന്നു. അച്ചമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സച്ചി സ്വന്തമായിട്ട് ഫുഡ് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അച്ചമ്മ വഴക്ക് പറഞ്ഞിട്ട് പറയുവാണ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ രേവതി ഫുഡ് എടുത്ത് തരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അച്ചമ്മയുടെ കയ്യിൽ സച്ചിയുടെ ഈ ഒരു നാടകം ഒന്നും വില പോകത്തില്ല. അങ്ങനെ അച്ചമ്മ വഴക്കുറഞ്ഞതിന് ശേഷം രേവതി ആഹാരം വാരി സച്ചിയുടെ ഇത് കോരി കൊടുക്കുകയും സച്ചി തിരിച്ച് രേവതിക്കും ആഹാരം കോരി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്, നിങ്ങളെ ആചാരപ്രകാരമൊന്നും നിങ്ങളെ കല്യാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, താലി കെട്ടി മാലയിട്ടതല്ലാതെ നിങ്ങൾ സദ്യ കഴിച്ചു, പക്ഷെ ഒരുമിച്ചല്ല സദ്യ കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ സച്ചി ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ നമ്മുടെ അച്ചമ്മ വീണ്ടും വീണ്ടും പറഞ്ഞതിന്റെ പ്രകാരം അച്ചമ്മയെ പേടിച്ചിട്ട് സച്ചി രേവതിക്ക് ആഹാരം വാരിക്കൊടുക്കുകയും രേവതി തിരിച്ച് ആഹാരം വാരിക്കൊടുക്കുകയും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരമൊക്കെ വാരിക്കൊടുത്ത് അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ സച്ചിയും രേവതിയും അടിമുടി മാറ്റാൻ വേണ്ടിയിട്ട് പാർവമ്മയും നമ്മുടെ കലാവതി അച്ചമ്മയും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് റൂമിൽ കിടക്കുന്ന സമയത്ത് സച്ചി താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ താഴെ കിടക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കിടന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ, വേണ്ട നീ അവിടെ കിടന്നോ, ഇപ്പോൾ ഇവിടെ പാമ്പും പഴുതാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കിടന്ന സമയത്ത് രേവതി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കൂട്ടുകാരായിട്ട് ഈ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ കുറ്റം പറയുന്നത് ഇത് ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെ പറ്റി രേവതി സംസാരിക്കുമ്പോൾ തിരിച്ച് സച്ചിയും രേവതിയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ചെറിയ ചെറിയ സംസാരങ്ങളും തർക്കങ്ങളും വരുന്ന ഇടയിൽ രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛമ്മയും അമ്മയും ഏത് ഗണത്തിൽ പെടും? അപ്പോൾ തന്റെ അമ്മ എന്തായാലും ഈ കുറ്റം പറയുന്ന ആ ഒരു ഗണത്തിൽ പെടുമെങ്കിൽ പോലും തന്റെ അച്ഛമ്മ നല്ല പ്യുവർ ക്യാരക്ടറാണ് എന്നൊക്കെ സച്ചി അച്ഛമ്മയെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പൊ താൻ ഏത് ക്യാരക്ടറിൽ പെടും, അല്ലെങ്കിൽ താൻ ഏത് വിഭാഗത്തിൽ പെടും എന്ന് ചോദിക്കുമ്പോൾ, നീ കുറ്റം പറയോ കുറ്റം പറയത്തില്ല എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇനി പോകെ പോകെ എനിക്ക് എന്തായാലും നിന്റെ സ്വഭാവം മാറുമോ ഇല്ലെന്ന് നോക്കാമല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നീ അച്ഛമ്മയുടെ വയസ്സാകുമ്പോൾ ഞാൻ ആ കാര്യം പറയാം എന്ന് സച്ചി പറയുവാണ്.
അപ്പോൾ രേവതി ചോദിച്ചത്, അപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ നീ എന്താ സന്തോഷിക്കുന്നത്, നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് രേവതി പറയുന്നത്, എന്തായാലും ഞാൻ അച്ഛമ്മയുടെ വയസ്സാവുമ്പോഴത്തേക്കും എന്റെ സ്വഭാവം ഏത് ഗണത്തിൽ പെടും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ വേണം എന്ന ആഗ്രഹമുണ്ടല്ലേ. ഞാൻ ജീവിതകാലം മുഴുവൻ മരണം വരെയും സച്ചിയുടെ കൂടെ ഉണ്ടാകണമെന്ന് സച്ചിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് സമ്മതിച്ചില്ലെങ്കിൽ പോലും എനിക്കറിയാം, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു പ്രണയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആ ഒരു ബ്യൂട്ടി പാർലറൊക്കെ ഓപ്പൺ ആക്കി തൻ്റെ ശ്രുതിയെയും പിന്നെ അമ്മയും അച്ഛനെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നു, ഭാമയൊക്കെ വന്നു. രവീന്ദ്രനും ചന്ദ്രമതിക്കും ഒരു ബൊക്കെയൊക്കെ കൊടുത്ത് സ്വാഗതം ചെയ്തു. എന്നിട്ട് ആ ഒരു റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുവാണ്. അപ്പൊ പേരിട്ടിട്ടില്ലേ ഈ ഒരു ബ്യൂട്ടി പാർലറിന്, പേരിടാത്ത എന്താ ചോദിക്കുമ്പോൾ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് സർപ്രൈസ് ആണ്, ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം എന്ന് ശ്രുതി പറയുവാണ്. അങ്ങനെ രേവതിയും ചന്ദ്രമതിയും നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും ആ ഒരു റിബണൊക്കെ കട്ട് ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, രേവതിയും സച്ചി നല്ല സന്തോഷത്തോടെ അവരുടെ ആ ഒരു ജീവിതം തുടങ്ങും ാണ്. എന്നാൽ ഇതുവരെയും ശ്രുതിയുടെ കള്ളങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയതായിരിക്കും. ബൈ.